രോഗാവസ്ഥ മൂലമോ പ്രായാധിക്യം കാരണമോ വർഷങ്ങളായി പള്ളിയിലേക്ക് വരാൻ പറ്റാതെ വീട്ടിൽ വിശ്രമിക്കുന്ന ഇടവകയിലെ മുഴുവൻ പേരെയും പള്ളിയിലെത്തിച്ച് പ്രാർത്ഥനയിൽ പങ്കെടുപ്പിച്ച ഒരു ഇടവക. താമരശ്ശേരി രൂപതയ്ക്ക് കീഴിലെ ചുണ്ടത്തുംപോയിൽ സെന്റ് ജോർജ് ചർച്ച് ഇടവകയാണ് വളർത്തി വലുതാക്കിയ മാതാപിതാക്കളെ മറക്കാതെ കൂടെ കൂട്ടി അവരെ പരിചരിക്കണമെന്ന സന്ദേശം നൽകി സ്നേഹസാന്ത്വനം എന്ന പേരിൽ സംഗമം സംഘടിപ്പിച്ചത്. ചുണ്ടത്തുംപോയിൽ സെന്റ് ജോർജ് ചർച്ച് സൗഹൃദ കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിലാണ് സ്നേഹസാന്ത്വനം എന്ന പേരിൽ ഇടവകയ്ക്ക് കീഴിലെ കിടപ്പുരോഗികളുടെ സംഗമം സംഘടിപ്പിച്ചത്. 10 വർഷത്തിലധികമായി പള്ളിയിലേക്ക് വരാൻ കഴിയാത്തവർ വരെ ഈ കൂട്ടത്തിലുണ്ടായിരുന്നു. വർഷങ്ങൾക്ക് ശേഷം പള്ളിയിൽ വരാനും പ്രാർത്ഥനയിൽ പങ്കെടുക്കാനും പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ടെന്ന് അവർ പറയുന്നു. കുറെ കാലമായി പള്ളിയിൽ വന്നിട്ട് പള്ളി കണ്ട് സന്തോഷമുണ്ട്. എല്ലാവരും കാണാനും കൂടെ വന്നതാ. സന്തോഷമായിട്ടിരിക്കണേ. ഞാൻ കുറെ കാലങ്ങളിൽ പള്ളിയിൽ വന്ന് എല്ലാവരെയും കാണാനും സന്തോഷത്തോടു കൂടി ഇരിക്കാനും ഇന്നത്തെ കുർബാനയ്ക്ക് പങ്കുകൊള്ളാനായിട്ട് വന്നത്. എല്ലാവരും കണ്ട് കേട്ട് സന്തോഷത്തോടു കൂടി വീട്ടിൽ പോയി ഞാനായിട്ട് വന്നതാണ്. ഇടവക വികാരി ഫാദർ ജോസഫ് ലിവിന്റെ നേതൃത്വത്തിലായിരുന്നു സംഗമം സംഘടിപ്പിച്ചത്. പള്ളി അങ്കണത്തിൽ കുടുംബത്തോടൊപ്പം വന്നിരുന്നവരെ പൂ കൊടുത്തും പൊന്നാടയണിയിച്ചുമാണ് സ്വീകരിച്ചത്. കിടപ്പുരോഗികൾക്ക് കിടക്കാനാവശ്യമായ ബെഡുകൾ, വീൽചെയറുകൾ അടക്കമുള്ള എല്ലാവിധ സംവിധാനങ്ങളും പള്ളിയിൽ ഒരുക്കിയിരുന്നു. ലഹരിക്ക് അടിമപ്പെട്ട് സ്വന്തം മാതാപിതാക്കളെ പോലും കൊല്ലുന്ന യുവതലമുറയ്ക്ക് മാറ്റി ചിന്തിക്കാൻ അവസരം നൽകി വളർത്തി വലുതാക്കിയവരെ ബഹുമാനിക്കാൻ പഠിപ്പിക്കുക എന്ന ലക്ഷ്യങ്ങൾ ഈ സംഗമത്തിലൂടെ മുന്നോട്ട് വെച്ചതായി ഇടവക വികാരി ഫാദർ ജോസഫ് ലിവിൻ പറഞ്ഞു. പള്ളിയിലേക്ക് വരാൻ പറ്റാതിരിക്കുന്ന, വീട്ടിൽ വിശ്രമത്തിൽ, രോഗാവസ്ഥയിലോ പ്രായാധിക്യത്താലോ വിശ്രമത്തിലായിരിക്കുന്ന മാതാപിതാക്കളെ ഈ ഒരു ദിവസം ഏറെ പ്രത്യേകമായിട്ട് ക്ഷണിച്ച് പള്ളിയിലേക്ക് അവരെ വാഹനങ്ങൾ വിട്ട് കൊണ്ടുവരികയാണ്. പള്ളിയിൽ വരുമ്പം വീട്ടിൽ കിടക്കുന്ന രോഗാവസ്ഥയിൽ കിടപ്പിലായ മാതാപിതാക്കൾക്ക് പള്ളിയിൽ കിടന്നുകൊണ്ട് വിശുദ്ധ ബലിയിൽ അർപ്പിക്കാൻ, വിശുദ്ധ ബലി കൂടാൻ സൗകര്യങ്ങളുണ്ട്. അവരുടെ ആരോഗ്യസ്ഥിതി, അനുബന്ധ കാര്യങ്ങൾ സഹായിക്കാൻ നോക്കാൻ മുക്കം സെന്റ് ജോസഫ് ഹോസ്പിറ്റലിൽ നിന്ന് ഒരു മെഡിക്കൽ ടീം ഇവിടെ അവൈലബിൾ ആണ്. ഈ ഒരു സംഗമം നടത്താൻ ഇടവന്ന കാരണം വളർത്തിയ മാതാപിതാക്കളെ, അപ്പനമ്മയെ മറക്കുന്ന സമൂഹത്തിന് പകരം അവരെ കൈത്താങ്ങാക്കി നിർത്തേണ്ടവരാണ് ഞങ്ങൾ എന്ന് വളരെ പ്രകടമായിട്ട് ഈ ഒരു ഇടവക കുടുംബം മുഴുവൻ ഒന്നിച്ച് പറയുകയും പ്രവർത്തിക്കുകയും ലോകത്തോട് കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്ന സമയവും സന്ദർഭമായിട്ട് തന്നെ മാറ്റുന്നു. സെന്റ് ജോർജ് ചർച്ച് സൗഹൃദ കൂട്ടായ്മ ഭാരവാഹികളായ സന്തോഷ് പാറയക്കോങ്ങോട്ട്, ജോയ് മടത്തിൽ, ജോയ് കാട്ടുനിലം, സുനിൽ പൂവത്തിങ്കൽ, ജോസ് പാലിയത്തിൽ, ജോബിൻസ് തുണ്ടയിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. ക്യാമറമാൻ റഫീഖ് തോട്ടുമുഖത്തിനൊപ്പം സി ഫസൽ ബാബു, CTV പ്രാദേശിക വാർത്ത.